നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം നാഗമ്പടം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലാണ്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഒരു മലിനജലം ഇവിടെ കെട്ടിക്കിടക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. പല പരാതികളും നമ്മുടെ അധികാരികൾക്ക് മുമ്പിൽ ആളുകൾ എത്തിച്ചെങ്കിൽ പോലും ആരും തന്നെ തിരിഞ്ഞു നോക്കാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കോട്ടയം നാഗമ്പടം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. ഈ ഒരു നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ മലിനജലത്തിൽ ചവിട്ടി വേണം ദിവസേന ആളുകൾക്ക് സഞ്ചരിക്കാൻ. വലിയ രീതിയിലുള്ള ദുർഗന്ധമാണ് ഈ ഒരു പ്രദേശത്ത് ആകമാനമുള്ളത്. ഇതിനൊരു അടിയന്തര നടപടിയെടുക്കാൻ ഇതുവരെ നമ്മുടെ അധികാരികൾ കണ്ണു തുറന്നിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ വാസ്തവം. പല പരാതികൾ ദിവസേന നമ്മുടെ നഗരസഭയ്ക്ക് മുമ്പിലും നമ്മുടെ ഉദ്യോഗസ്ഥർക്ക് മുമ്പിലും ആളുകൾ എത്തിക്കുന്നുണ്ട്. കാരണം ചെറിയ കുട്ടികൾ മുതൽ സ്കൂളിലും അതുപോലെ തന്നെ കോളേജുകളിൽ ഉൾപ്പെടെ പോകുന്ന വിദ്യാർത്ഥികൾ ദിവസേന ആശ്രയിക്കുന്ന ഒരു ബസ് സ്റ്റാൻഡ് കൂടിയാണ് ഈ ഒരു നാഗമ്പടം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. ഈ ഒരു മലിനജലത്തിലൂടെ വേണം നമ്മുടെ ബസ്സുകൾ കയറി ഇറങ്ങി പോകാനും അതുപോലെ തന്നെ ഈ ഒരു ഇതുവഴി നടന്ന് വേണം നമ്മുടെ ആളുകൾക്ക് ഉൾപ്പെടെ സഞ്ചരിക്കാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ദുർഗന്ധമാണ് ഈ ഒരു പ്രദേശത്ത് ആകമാനമുള്ളത്. ബസ്സിൽ പോകുന്നവർക്കും ആ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ദിവസേന അനുഭവിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. പല പരാതികൾ പലപ്പോഴായി ഇവിടുത്തെ ബസ് ജീവനക്കാരും അതുപോലെ തന്നെ ഇവിടുത്തെ കട ഉടമകളും സാധാരണക്കാരായ ആളുകൾ ഉൾപ്പെടെ നമ്മുടെ അധികാരികൾക്ക് മുമ്പിൽ എത്തിച്ചെങ്കിലും ആരും തന്നെ തിരിഞ്ഞു നോക്കാത്ത ഒരു അവസ്ഥയാണ്. എന്തായാലും അടിയന്തരമായി തന്നെ ഈ ഒരു വിഷയത്തിൽ ഇടപെടണമെന്നാണ് ഇവിടുത്തെ ബസ് ജീവനക്കാരുടെയും അതുപോലെ തന്നെ ആളുകളുടെയും ആവശ്യം.